നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. സർ സെയ്ദ് കോളേജ് വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയ ദുഷ്ടലാക്ക്. മുസ്ലിം ലീഗിനെ പഴിചാരി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമമെന്നും അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി. തലപ്പത്തിരിക്കുന്നത് ലീഗ് നേതാക്കളായതിനാൽ ഉടമസ്ഥാവകാശം ലീഗിലെത്തില്ലെന്നും ചേലേരി. വിജ്ഞാനത്തിന്റെയും വിനോദത്തിന്റെയും കൂട്ടായ്മയായി വിഷുക്കണി. കണ്ണൂർ നിയമസഭാ മണ്ഡലം സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനം നടന്നു. ലക്ഷ്യം പുതുതലമുറയെ വായനയിലേക്ക് ആകർഷിക്കുക. ക്രൈസ്തവർക്കെന്ന പെസഹ ദിനം. അന്ത്യത്താഴ സ്മരണയിൽ വിശ്വാസികൾ. പള്ളികളിൽ കാൽകഴുകൽ ശുശ്രൂഷകൾ. കുരിശുമരണത്തിന്റെ ഓർമ്മയിൽ നാളെ ദുഃഖവെള്ളി. വിവിധ ചടങ്ങുകളും പ്രത്യേക പ്രാർത്ഥനകളും. വാർത്തകൾ വിശദമായി. തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുസ്ലിം ലീഗിനെ പഴിചാരി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനാണ് മുഖ്യമന്ത്രിയും CPM ശ്രമിക്കുന്നതെന്ന്, അത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയാണെന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി. മുനമ്പം വിഷയത്തിലടക്കം പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിൽ സർക്കാർ കാണിക്കുന്ന ഇരട്ടത്താപ്പിന്റെ മറ്റൊരു വകഭേദമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. നേതാക്കന്മാർ ഒരു സ്ഥാപനം ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ട് അതിന്റെ ഉടമസ്ഥാവകാശം മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നില്ല എന്നതുപോലെ നിലവിൽ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഉത്തരവാദപ്പെട്ട ആളുകൾ അതിന്റെ തലപ്പത്തിരിക്കുന്നത് കൊണ്ട് മാത്രം മുസ്ലിം ലീഗ് പാർട്ടിയുടെ മേൽ അതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് അത് രാഷ്ട്രീയമായി മുതലെടുക്കാനാണ് നമ്മുടെ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. അത് വളരെ ഖേദകരമാണ്. ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന് വളരെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ട്. മുസ്ലിം ലീഗിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജും അനുബന്ധ സ്ഥാപനങ്ങളും ആരംഭിക്കാൻ അവിടെ മുസ്ലിം ജമാഅത്തിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന ഭൂമി ലീസായി കൊടുത്തത് അത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്നുള്ള കാര്യത്തിൽ മുസ്ലിം ലീഗിന് രണ്ട് അഭിപ്രായമില്ല. അത് വഖഫ് പ്രോപ്പർട്ടി തന്നെയാണ്. അത് ഒരു അഭിഭാഷകന്റെ നോട്ടപ്പിശക് കൊണ്ടോ അല്ലെങ്കിൽ ക്ലറിക്കൽ മിസ്റ്റേക്ക് കൊണ്ടോ അഫിഡവിറ്റിൽ വന്നിട്ടുള്ള ഒരു കാര്യത്തെ അതിന്റെ ഉത്തരവാദപ്പെട്ട മാനേജ്മെന്റ് ബോഡി തന്നെ തിരുത്താൻ തീരുമാനിച്ചിട്ടുള്ള സാഹചര്യത്തിൽ അതവിടെ അവസാനിക്കണം. അതേസമയം വേറൊരു വിഷയം ഇതിലുള്ളത്, ഇതിൽ വഖഫായി നൽകുന്നുള്ള ഒരു ഭൂമി അത് നൽകുന്ന ആൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദപ്പെട്ട ബോഡിക്ക് ഒരു ഉന്നതമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. വാക്കിഫ് എന്ന പേരിൽ അവരുടെ ലക്ഷ്യം തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജും അനുബന്ധമായിട്ടുള്ള ഉന്നതമായിട്ടുള്ള കലാലയങ്ങളും ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വലിയ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അവിടെ ട്രെയിനിങ് കോളേജ് ഉണ്ട്, അതുപോലെ തന്നെ സർ സെയ്ദ് കോളേജ് ഉണ്ട്, സർ സെയ്ദ് ഹയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതുപോലെ സ്കൂളുണ്ട്, നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങൾ. മലബാറിലെ തന്നെ അലിഗർ എന്ന പേരിലാണ് സർ സെയ്ദ് കോളേജ് അറിയപ്പെടുന്നത്. അത്രമാത്രം വിദ്യാർത്ഥികൾ അവിടെ നിന്ന് ഉയർന്ന നിലവാരത്തിൽ പഠിച്ചു പോയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരായിട്ടുള്ള നിരവധി ആളുകൾ, അതുപോലെ തന്നെ രാജ്യസഭാ മെമ്പർമാരായിട്ടുള്ള ഒരുപാട് ആളുകൾ, കേരളത്തിലെ ഉന്നതനായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ, ഏകദേശം 60,000-ഓളം കുട്ടികൾ ഈ കലാലയത്തിൽ നിന്ന് പഠിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉന്നതമായിട്ടുള്ള തസ്തികകളിൽ ഇരുന്ന് സ്തുത്യർഹമായിട്ടുള്ള സേവനങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ അഭിമാനമാണ്. തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജ് ഭൂമിയുമായി ബന്ധപ്പെട്ട് തണ്ടപ്പേര് മാറ്റുന്നത് സംബന്ധിച്ച ഒരു വ്യവഹാരത്തിൽ അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു ക്ലറിക്കൽ തകരാർ തിരുത്തുന്നതിന് വേണ്ടി കോളേജിന്റെ ഉടമസ്ഥാവകാശമുള്ള കണ്ണൂർ ജില്ലാ മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് തീരുമാനമെടുക്കുകയും അതിന് ബന്ധപ്പെട്ട അഭിഭാഷകർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടും വിഷയം സജീവമായി നിലനിർത്താൻ ശ്രമിക്കുന്നതിന് പിന്നിൽ തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. മുനമ്പം വിഷയത്തിലടക്കം പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിൽ സർക്കാർ കാണിക്കുന്ന ഇരട്ടത്താപ്പിന്റെ മറ്റൊരു വകഭേദമാണിത്. സർ സെയ്ദ് കോളേജിന്റെ ഭൂമി വഖഫ് സ്വത്താണെന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിനോ കോളേജ് മാനേജ്മെന്റിനോ രണ്ടഭിപ്രായമില്ല. കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തിരുത്തുന്നതിലൂടെ ആ പ്രശ്നം അവസാനിക്കുകയും ചെയ്യും. ഉത്തര മലബാറിലെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഉതകുന്ന ഉന്നത കലാലയങ്ങൾ സ്ഥാപിക്കാൻ തളിപ്പറമ്പ് മുസ്ലിം ജമാഅത്ത് ലീസായി നൽകിയ ഈ ഭൂമിയിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അവയെ തകർക്കാൻ ശ്രമിക്കുന്ന തൽപര കക്ഷികളുടെ കൂടെ നിൽക്കാൻ മുസ്ലിം ലീഗിന് കഴിയില്ല. അതേസമയം പ്രസ്തുത ഭൂമി വഖഫ് സ്വത്താണെന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിന് സംശയവുമില്ല. കേരളത്തിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുസ്ലിം ലീഗ് നേതാക്കൾ മുൻകൈയെടുത്ത് പടുത്തുയർത്തിയിട്ടുണ്ട്. എന്നാൽ അവയെല്ലാം മുസ്ലിം ലീഗിന്റെ സ്ഥാപനങ്ങളുമല്ല. മുസ്ലിം ലീഗ് അതിന്റെ ഒന്നും അട്ടിപ്പേർ അവകാശം ഉന്നയിക്കുന്നുമില്ല. സർ സെയ്ദ് കോളേജിന്റെ കാര്യത്തിലും ലീഗ് നിലപാട് ഇത് തന്നെയാണ്. മുസ്ലിം ലീഗുകാരല്ലാത്ത നിരവധി പേർ കോളേജിന്റെയും അതിന്റെ
മാതൃസംഘടനയുടെയും തലപ്പത്ത് ഉണ്ടായിട്ടുണ്ട്. വ്യവസായ പ്രമുഖനായ AK ഖാദർകുട്ടി സാഹിബ്, സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്ന V ഖാലിദ് സാഹിബ്, RSP സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന K അബ്ദുൾ ഖാദർ സാഹിബ്, തലശ്ശേരി മുനിസിപ്പൽ ചെയർമാനായിരുന്ന CPM നേതാവ് OV അബ്ദുള്ള എന്നിവർ അവരിൽ ചിലർ മാത്രമാണ്. ഇപ്പോൾ സർ സയ്യിദ് കോളേജിന്റെ തലപ്പത്തിരിക്കുന്നത് മുസ്ലിം ലീഗ് നേതാക്കളായതുകൊണ്ട് മാത്രം കോളേജിന്റെ ഉടമസ്ഥാവകാശം മുസ്ലിം ലീഗിലെത്തുന്നില്ല. അതിനാൽ ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിനെ പഴിചാരി വിഷയം സജീവമായി നിലനിർത്താനുള്ള മുഖ്യമന്ത്രിയുടെയും CPM-ന്റെയും രാഷ്ട്രീയ ദുഷ്ടലാക്ക് ജനം തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് അബ്ദുൽ കരീം ചേലേരി പ്രസ്താവനയിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഭാരതീയ പട്ടികജന സമാജത്തിന്റെ 33ാമത് സംസ്ഥാന കൺവെൻഷൻ ഞായറാഴ്ച നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജവഹർ പബ്ലിക് ലൈബ്രറി P. പോക്കൻ മാസ്റ്റർ നഗറിൽ നടക്കുന്ന പരിപാടിയിൽ പ്രതിനിധി സമ്മേളനം സമാജം സംസ്ഥാന പ്രസിഡന്റ് MK അയ്യപ്പൻ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം സാംസ്കാരിക സമ്മേളനം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കേരളത്തിലെ പട്ടികജാതി വർഗ്ഗക്കാർക്ക് വീട് നിർമ്മിക്കാനുള്ള ധനസഹായം 4 ലക്ഷം രൂപയിൽ നിന്നും 10 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുകയും വീടുകൾ 850 ചതുരശ്ര അടിയിൽ നിർമ്മിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുകയും വേണം. പട്ടിക വിഭാഗക്കാരുടെ ഭവന നിർമ്മാണം ലൈഫ് പദ്ധതിയിൽ നിന്നും മാറ്റി പട്ടികജാതി വർഗ്ഗ വികസന വകുപ്പിലേക്ക് മാറ്റണമെന്നും വീട് നിർമ്മിക്കാൻ ഭൂമിയില്ലാത്തവർക്ക് സർക്കാർ ഭൂമി ലഭ്യമാക്കണമെന്നും ഭാരതീയ പട്ടികജന സമാജം സംസ്ഥാന നേതാക്കൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നിലവിൽ 4 ലക്ഷം രൂപയാണ് സർക്കാരിന്റെ ധനസഹായം. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നിർമ്മാണത്തിന് ആവശ്യമായ സാധന സാമഗ്രികളുടെ വില വർധനവും ഉയർന്ന പണിക്കൂലിയും ദരിദ്രരായ ഈ വിഭാഗങ്ങൾക്ക് താങ്ങാനാവുന്നതല്ലെന്നും ഇവർ അറിയിച്ചു. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന കുട്ടികളുടെ ഫണ്ട് വകമാറ്റി ചെലവഴിച്ച ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ, ആ ഫണ്ട് അവർ ദുർവിനിയോഗം ചെയ്തപ്പോൾ ഞങ്ങളുടെ കുട്ടികളുടെ പഠനമാണ് അവിടെ നിലയ്ക്കപ്പെട്ടത്. പല കുട്ടികളും വൈകുന്നേരങ്ങളിൽ പഠനം കഴിഞ്ഞിട്ട് തട്ടുകടകളിൽ ജോലി ചെയ്യുന്നുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ കോൺക്രീറ്റ് പണിക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പല ജോലികളും ചെയ്താണ് അവർ ഹോസ്റ്റൽ ഫീസൊക്കെ അടച്ചുകൊണ്ടുപോകുന്നത്. എന്നിട്ടും പഠനം തുടരാൻ കഴിയാതെ വന്നപ്പോഴാണ് അവർ പഠനം നിർത്തി പോയിട്ടത്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനോടും കേരള ഗവൺമെന്റിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് യാതൊരു മാനദണ്ഡവുമില്ല. സാമ്പത്തികമായ 2.5 ലക്ഷത്തിന്റെ മാനദണ്ഡമില്ലാതെ മുൻ വർഷങ്ങളിൽ ഞങ്ങൾക്ക് എങ്ങനെയാണോ ഈ ഗ്രാന്റ് ലഭിച്ചിരുന്നത് അത് മാതൃകയിൽ യാതൊരു സാമ്പത്തിക മാനദണ്ഡവും ഇല്ലാതെ മുഴുവൻ കുട്ടികൾക്കും ഉന്നത വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഈ ഗ്രാന്റ്, സ്റ്റൈപ്പൻഡ്, സ്കോളർഷിപ്പ്, ഫെലോഷിപ്പ് ഇത് അടിയന്തരമായി തരും. സമാജത്തിന്റെ 33ാമത് സംസ്ഥാന കൺവെൻഷൻ 2025 ഏപ്രിൽ 20 ഞായറാഴ്ച നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാവിലെ 8:30 പയ്യാമ്പലം ബീച്ചിലെ P. പോക്കൻ മാസ്റ്ററുടെ സ്മൃതി മണ്ഡപത്തിൽ നേതാക്കൾ പുഷ്പാർച്ചന നടത്തും. 9 മണിക്ക് സീനിയർ നേതാവ് കുഞ്ഞമ്പു കല്യാശ്ശേരി പതാക ഉയർത്തും. പ്രതിനിധി സമ്മേളനം സമാജം സംസ്ഥാന പ്രസിഡന്റ് MK അയ്യപ്പൻ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ബാബു മാസ്റ്റർ, സ്വാഗത സംഘം ജനറൽ കൺവീനർ B. ദാമോദരൻ മാസ്റ്റർ, സമാജം ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു മുണ്ടേരി, ജില്ലാ സെക്രട്ടറി കുഞ്ഞമ്പു കല്യാപ്പൽ, മഹിളാ സമാജം ജില്ലാ പ്രസിഡന്റ് കനക കണ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള NGO യൂണിയന്റെ മുതിർന്ന നേതാവും മുൻ കണ്ണൂർ ജില്ലാ കൗൺസിൽ പ്രസിഡന്റും MLA-യുമായിരുന്ന TK ബാലൻ അനുസ്മരണത്തിന്റെ ഭാഗമായി പയ്യാമ്പലത്ത് പുഷ്പാർച്ചനയും TK ബാലൻ സ്മാരക ഹാളിൽ അനുസ്മരണ സമ്മേളനവും നടന്നു. അനുസ്മരണം ഡോക്ടർ V. ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്തു. ജനകീയ പ്രസ്ഥാനത്തിന്റെ ഒരു ഉന്നതനായ നേതാവിനെ അദ്ദേഹത്തിന്റെ ഓർമ്മദിനത്തിൽ സ്മരിക്കുക എന്നുള്ളത് കേവലം ഒരു ആചാരമായിട്ട് ചടങ്ങായി നോക്കിക്കാണുന്നതല്ല എന്നാണ്. ബാലനെ സ്മരിക്കുക എന്നുള്ളത് അന്ന് തന്റെ ജീവിതകാലത്ത് നിത്യജീവിത പ്രശ്നങ്ങളോട് സ്വീകരിച്ചിട്ടുള്ള ശരിയായിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ പിന്തുടർച്ചക്കാരായി ആ രാഷ്ട്രീയത്തെ സമൂഹത്തിൽ ഉയർത്താൻ കെട്ടുള്ളവരായി നമുക്ക് ചുറ്റുമുള്ളവരെ മാറ്റി തീർക്കുന്ന പ്രവർത്തനത്തിൽ ഭാഗമാക്കുക എന്നതാണ് അനുസ്മരണം കൊണ്ട് നടത്താറുള്ളത്. നമുക്ക് അനുസ്മരണ ചടങ്ങുകൾ കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വരാനിരിക്കുന്ന പോരാട്ടത്തിന് മൂർച്ച കൂട്ടുന്ന രാഷ്ട്രീയ പാഠശാല വയ്ക്കാനുള്ള പ്രവർത്തനമാണ്. ആ അർത്ഥത്തിൽ ബാലനെ സ്മരിക്കുമ്പോൾ തീർച്ചയായും ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വർത്തമാനത്തെക്കുറിച്ച് നാം ആലോചിക്കുന്നതല്ലോ.
കാലത്ത് പയ്യാമ്പലത്ത് നടന്ന പുഷ്പാർച്ചനയ്ക്ക് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ, ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MV ശശിധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. NGO യൂണിയൻ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ TK ബാലൻ സ്മാരക ഹാളിൽ നടന്ന അനുസ്മരണം Dr. V. ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PP സന്തോഷ് കുമാർ അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് MV ശശിധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. AM സുഷമ, K. രഞ്ജിത്ത്, PR സ്മിത, K. ഷാജിദ് എന്നിവർ സംസാരിച്ചു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് N. സുരേന്ദ്രൻ സ്വാഗതവും ജില്ലാ ട്രഷറർ P. അജിത് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. 6 ദിവസങ്ങളിലായി നടന്നുവരുന്ന ഏച്ചൂർ കുയ്യാൽ ശ്രീ മഹാദേവ ക്ഷേത്രം കൊടിയേറ്റ മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് കുളക്കടവിൽ ആറാട്ട് നടന്നു. ക്ഷേത്രാചാര്യന്മാരായ ബ്രഹ്മശ്രീ പൂന്തോട്ടത്തിൽ പുടയൂരില്ലത്ത് പാണ്ഡുരംഗൻ നമ്പൂതിരിപ്പാട്, ബ്രഹ്മശ്രീ പൂന്തോട്ടത്തിൽ പുടയൂരില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം ആറാട്ടിന് ആനപ്പുറത്തെഴുന്നള്ളത്ത്, ആറാട്ട് കഴിഞ്ഞ് ഉത്സവ കൊടിയേറ്റം, ആറാട്ട് കലശമാടൽ, ഉച്ചപൂജ, ശ്രീവേലി, ആറാട്ട് സദ്യയോടെ ഉത്സവ സമാപനമായി. സമാപനത്തിന് മുന്നോടിയായി ആനപ്പുറത്ത് കാഴ്ച ശ്രീവേലി, നഗരപ്രദക്ഷിണം, വിവിധ കലാപരിപാടികൾ എന്നിവയും. ഇനി വാർത്തയിലൊരു ഇടവേളക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. സർ സെയ്ദ് കോളേജ് വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയ ദുഷ്ടലാക്ക്. മുസ്ലിം ലീഗിനെ പഴിചാരി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമമെന്നും അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി. തലപ്പത്തിരിക്കുന്നത് ലീഗ് നേതാക്കളായതിനാൽ ഉടമസ്ഥാവകാശം ലീഗിലെത്തില്ലെന്നും ചേലേരി. വിജ്ഞാനത്തിന്റെയും വിനോദത്തിന്റെയും കൂട്ടായ്മയായി വിഷുക്കണി. കണ്ണൂർ നിയമസഭാ മണ്ഡലം സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനം നടന്നു. ലക്ഷ്യം പുതുതലമുറയെ വായനയിലേക്ക് ആകർഷിക്കുക. ക്രൈസ്തവർക്കെന്ന പെസഹ ദിനം. അന്ത്യത്താഴ സ്മരണയിൽ വിശ്വാസികൾ. പള്ളികളിൽ കാൽ കഴുകൽ ശുശ്രൂഷകൾ. കുരിശുമരണത്തിന്റെ ഓർമ്മയിൽ നാളെ ദുഃഖവെള്ളി. വിവിധ ചടങ്ങുകളും പ്രത്യേക പ്രാർത്ഥനകളും. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ്, കണ്ണൂർ, AVK നായർ റോഡ്, തലശ്ശേരി, MO റോഡ്, തൃശൂർ. വാർത്തയിലേക്ക്. കണ്ണൂർ നിയമസഭാ മണ്ഡലം സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്നു. സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. ജാതിമത ചിന്തകൾക്ക് അതീതമായ ഇടങ്ങളാണ് വായനശാലകളെന്ന് പുതുതലമുറയെ ഓർമ്മപ്പെടുത്തുക കൂടിയാണ് വായനയുടെ വിഷുക്കണി. ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ വായനക്കാണ് പ്രാധാന്യം. വായനാശീലം വളർത്തുന്നതിനായി വിദ്യാർത്ഥികൾക്കായാലും യുവാക്കൾക്കായാലും വായനശാലകൾ ഉണ്ടാവുക എന്നത് ഏറെ പ്രാധാന്യമേറിയതാണ്. ലഹരിയെ വർജിക്കുകയും വായന ലഹരിയാക്കുകയും ചെയ്യണം. അപ്പോഴാണ് നല്ല സമൂഹം രൂപം കൊള്ളുന്നത്. വായനാശീലം സൃഷ്ടിച്ചുകൊണ്ട് പുതുതലമുറയെ വാർത്തെടുക്കുവാൻ V. ശിവദാസൻ MP നടത്തുന്ന പ്രവർത്തനം ശ്ലാഘനീയമാണെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. ഓരോ പുസ്തകങ്ങളിലും സമകാലീന സാമൂഹ്യ പ്രശ്നങ്ങളെ വിവിധ തരത്തിൽ സ്പർശിക്കുന്ന രൂപത്തിൽ അവതരിപ്പിക്കാറുണ്ട്. അത് ഓരോന്നും ഓരോ രൂപത്തിലാണ്. അത് കഥയാകട്ടെ, നോവലാകട്ടെ, ചെറുകഥയാകട്ടെ, യാത്രാവിവരണമാകട്ടെ, വൈജ്ഞാനിക സാഹിത്യമാകട്ടെ, അല്ലെങ്കിൽ ആത്മകഥകളാകട്ടെ, വിദ്യാകഥകളാകട്ടെ, ഇതൊക്കെ തന്നെ ഓരോ തരത്തിൽ സമകാലീന സാമൂഹ്യ പ്രശ്നങ്ങളെ ഹൃദയസ്പർശിയായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന രംഗമാണ് സാഹിത്യവും കലയുമല്ല. അത് നമ്മൾ നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടിയുള്ള അടിത്തറവായി അതിന് വഴികാട്ടി മുന്നോട്ട് പോകാൻ കഴിയും. അതോടൊപ്പം തന്നെ ചില കലയിലും സാഹിത്യത്തിലുമെല്ലാം ഒരുപക്ഷെ കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്നവർ വെച്ചാൽ ഭാവിയിൽ എന്ത് സംഭവിക്കുന്നു പോകുന്നു എന്നതിനെക്കുറിച്ച് ദിശാബോധം പകരാൻ കഴിയുന്ന രൂപത്തിലുള്ള രചനാവൈഭവങ്ങളും ദീർഘവീക്ഷണങ്ങളും അതുപോലെ തന്നെ ദക്ഷിണാശാലികളായ എഴുത്തുകാർ ദീർഘവീക്ഷണത്തോടുകൂടി
അവരുടെ ദീർഘവീക്ഷണത്തിൽ നിന്നുകൊണ്ട് അവർ പ്രവചിക്കുന്ന കാര്യം ഇപ്പോൾ ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത മഹത്തായ ഒരു മുന്നേറ്റത്തിനാണ് കണ്ണൂർ ജില്ല സാക്ഷ്യം വഹിക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകളില്ലാതെ, ജാതിയുടെ മതത്തിന്റെ വേലിക്കെട്ടുകളില്ലാതെ ഒരു ജനത അവരുടെ പുതുയുഗം കണ്ടെത്തുന്നതിന്റെ ചുരുക്കപ്പേരാണ് വായനശാല എന്നത്. നമ്മുടെ രാജ്യത്തിന്റെ പൊതുചിത്രമെടുത്താൽ ഓരോ മേഖലയും പരിശോധിച്ചാൽ പൊതു ഇടത്തിന്റെ അപര്യാപ്തത ഏറെയാണ്. അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ് കണ്ണൂരെന്ന് ഡോക്ടർ വി ശിവദാസൻ MP പറഞ്ഞു. വിഷുക്കണി എന്ന പേരിൽ പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് സംഘടിപ്പിച്ച പരിപാടിയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വി ശിവദാസൻ MP ആമുഖ ഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PK വിജയൻ, പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ, പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് കൺവീനർ TK ഗോവിന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. തളിപ്പറമ്പിൽ സർ സെയ്ദ് കോളേജിന് പാട്ടത്തിന് നൽകിയ വഖഫ് ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം ലീഗിന് വഖഫ് ഭേദഗതിക്കെതിരെ പ്രതിഷേധിക്കാൻ എന്തർഹതയാണുള്ളതെന്ന് INL സംസ്ഥാന സെക്രട്ടറി കാസിം ഇരിക്കൂർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം. പാണക്കാട് സാദിഖ് അലി തക്കൾ ഖാസിയായ തളിപ്പറമ്പ് പള്ളിയുടെ ഭൂമി തട്ടിയെടുക്കുമ്പോൾ മൗനം പാലിക്കുന്ന പാർട്ടി നേതൃത്വത്തിന് മോദി സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമത്തെ എതിർക്കാനും പ്രതിഷേധിക്കാനും അർഹതയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1964 ജസ്റ്റിസ് വി ഖാലിദ് പ്രസിഡന്റായി രൂപീകരിച്ച കണ്ണൂർ ഡിസ്ട്രിക്ട് മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷൻ ഉത്തര മലബാറിലെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണാനാണ് 1967 തളിപ്പറമ്പിൽ സർ സെയ്ദ് കോളേജ് തുടങ്ങുന്നത്. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരുടെ നേതൃത്വത്തിലാണ് കോളേജിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. രാഷ്ട്രീയത്തിനതീതമായാണ് ആദ്യ കാലഘട്ടത്തിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനം. അതുകൊണ്ടുതന്നെ തളിപ്പറമ്പ് ജമാഅത്ത് പള്ളിയുടെ കൈവശമുള്ള 22 ഏക്കർ ഭൂമി കോളേജിനായി 99 വർഷത്തേക്ക് പാട്ടത്തിന് നൽകുകയായിരുന്നു. ആദ്യകാലത്തെ നേതാക്കളുടെ വിയോഗത്തോടെ എഡ്യൂക്കേഷൻ അസോസിയേഷൻ മുസ്ലിം ലീഗ് കൈപ്പടിയിലാക്കാൻ തുടങ്ങിയെന്നും ഓരോ അംഗം മരിക്കുമ്പോഴും പാർട്ടി ബന്ധമുള്ളവരെ മാത്രം കമ്മിറ്റിയിൽ തിരികെ കയറ്റിയെന്നും കാസിം ഇരിക്കൂർ ആരോപിച്ചു. കാരണം സർ സെയ്ദ് കോളേജ് നാക്കിൻ്റെ ഒക്കെ ഗ്രേഡിൽ നല്ലൊരു കോളേജാണ്. വടക്ക് ഉത്തര മലബാറിലുള്ള ഒരു ആശ്രയ കേന്ദ്രമാണ്, പ്രത്യേകിച്ചും കണ്ണൂർ, കാസർഗോഡ്, അതുപോലെ തന്നെ കിഴക്കൻ ഭാഗത്തുള്ളവർക്ക്. അതിനെ ഇവർ മുഴുവനും തന്നെ ഒരു പ്രൈവറ്റ് സ്ഥാപനമാക്കി മാറ്റി, രാഷ്ട്രീയക്കാരുടെ ഒരു പറുദീസയാക്കി മാറ്റി. ഇപ്പോൾ ഏറ്റവും ഇത് നേരത്തെ അന്ന് അമിത്ഷാ പറഞ്ഞതുപോലെ ഈ വഖഫ് സ്വത്തുകൾ മുഴുവനും തന്നെ ഇവർ കട്ടെടുക്കാൻ പോവുകയാണ്. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞ നേരത്തെ ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന വാർത്ത മുഴുവനും തന്നെ അവരുടെ വേർഷൻ വന്നപ്പോൾ സത്യസന്ധമല്ല, പച്ചക്കള്ളമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം അവിടെ തളിപ്പറമ്പിൽ ഇത്തരം കൊള്ളരുതായ്മകൾക്കെതിരെ അവിടെ വഖഫ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു പ്രകടനവും അതുപോലെ തന്നെ ഇതൊക്കെയുണ്ട്. പക്ഷേ ഞങ്ങൾ അവരോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്, നിങ്ങൾ 2-3 തരത്തിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒന്നാമതായി ഞങ്ങൾ പാർട്ടി മതം ഏറ്റെടുക്കുകയാണ്, ജനങ്ങളെ ബോധവാന്മാരാക്കേണ്ടതുണ്ട്. ആ നാട്ടിലെ ജനങ്ങളെ രാഷ്ട്രീയത്തിന് അതീതമായി അവരൊന്ന് ബോധവാന്മാരാക്കേണ്ടത്. 2, ജനങ്ങൾ ജനാധിപത്യപരമായി ഒന്നിച്ചും കൊണ്ട് ഇത്തരം നീക്കങ്ങൾക്കെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുനമ്പം വിഷയത്തിൽ പാർലമെന്റിൽ തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജിനെയും പള്ളി കമ്മിറ്റിയിൽ നിന്ന് ഭൂമി കൈക്കലാക്കാൻ ജില്ലാ മുസ്ലിം ലീഗ് ഭാരവാഹികൾ എഡ്യൂക്കേഷൻ അസോസിയേഷനെ മറയാക്കി നടത്തിയ കള്ളക്കളികളെയും പ്രതികൂട്ടിൽ നിർത്തിയിരിക്കുകയാണെന്നും കാസിം പറഞ്ഞു. പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഖാസിയായ തളിപ്പറമ്പ് പള്ളിയുടെ ഭൂമി തട്ടിയെടുക്കുമ്പോൾ മൌനം പാലിക്കുന്ന പാർട്ടി നേതൃത്വത്തിന് മോദി സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമത്തെ എതിർക്കാനും പ്രതിഷേധിക്കാനും എന്തർഹതയാണുള്ളതെന്നും കാസിം ചോദിക്കുന്നു. വഖഫ് ഭൂമി സ്വന്തം പേരിലാക്കി ലീഗ് നേതാക്കൾ സ്വന്തം നേതൃത്വം നൽകുന്ന എഡ്യൂക്കേഷൻ സൊസൈറ്റി നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ സമാന മനസ്കരായ ജനാധിപത്യ പാർട്ടികളുമായി ചേർന്ന് പ്രതിഷേധ സമരം നടത്തുമെന്നും കാസിം ഇരിക്കൂർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഇക്ബാൽ പോപ്പുലർ, സിറാജ് തയ്യിൽ, അസ്ലം പിലാക്കൂൽ, ഹമീദ് ചെങ്ങളായി എന്നിവരും പങ്കെടുത്തു. കുറുവാ UP സ്കൂൾ പഠനോത്സവം ശ്രീനാരായണ ഗുരു വായനശാല പരിസരത്ത് നടന്നു. കോർപ്പറേഷൻ കൗൺസിലർ KN മിനി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ വൈവിധ്യമാർന്ന പഠന മികവ് അവതരണവും പ്രദർശനവും നടന്നു. നമ്മളിപ്പോൾ പഠനോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് എന്നീ പൊതുവിടങ്ങളിൽ നടത്തണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നമ്മൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, പരിഷ്കരിച്ച പാഠ്യപദ്ധതി ലക്ഷ്യം വയ്ക്കുന്നതിനു വേണ്ടി, സമഗ്ര പുരോഗതി കൈവരിക്കുന്നതിനും വേണ്ടി നമ്മളെ കുട്ടികൾ ഒരു വർഷക്കാലം നമ്മളെ സ്കൂൾ നടത്തിയ പ്രവർത്തനങ്ങൾ, മികച്ച പ്രവർത്തനങ്ങൾ, പാഠ്യങ്ങൾ, അതുപോലെ നിങ്ങൾ ആർജിച്ച കഴിവുകളൊക്കെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാട്ടുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടി ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ആ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ആത്മവിശ്വാസവും പൊതുവിടങ്ങളിൽ, നമ്മൾ സ്കൂളുകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോൾ
പൊതുയിടങ്ങളിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തപ്പെടുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന ആത്മവിശ്വാസം മറ്റ് വേദികളിലും അവർക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നു എന്ന് ഒരു നല്ല ഇതാണ്. കാരണം കുട്ടികൾ കണ്ണൂർ സിറ്റി പോലീസ് സബ് ഇൻസ്പെക്ടർ ആർ പി വിനോദ് ഉപഹാര സമർപ്പണം നടത്തി. മലയാള ഭാഷാ പുരസ്കാരം നേടിയ ജനു ആയിച്ചാൻകണ്ടി, പൂർവ്വ വിദ്യാർത്ഥി മിമിക്രി കലാകാരനുമായ ധനീഷ് ചെറുവാഞ്ചേരി, വിരമിക്കുന്ന ഹെഡ്മാസ്റ്റർ ടി കെ പ്രദീപൻ എന്നിവരെ ആദരിച്ചു. ഉപഹാരം കൈമാറി. കുറുവ ശ്രീനാരായണ ഗുരു വായനശാല ജനു മാസ്റ്റർക്കും സർവീസിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന കുറുവ സ്കൂൾ ഹെഡ്മാസ്റ്റർ ടി കെ പ്രദീപൻ മാസ്റ്റർക്കും ആദരവും നൽകി. BRC ട്രെയിനർ അതുൽ കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് C അരുൺ അധ്യക്ഷത വഹിച്ചു. മാനേജർ കോറോത്ത് പ്രകാശൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ KK രാജീവ്, K പവിത്രൻ, K അജിത്, CC കവിത, K മുകേഷ്, T ഹില്ലൂർ എന്നിവർ സംസാരിച്ചു. KNM കടവത്തൂർ പാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാനൂർ ഏരിയ മുജാഹിദ് സമ്മേളനം വെള്ളിയാഴ്ച പാറാട് ടൗണിൽ വെച്ച് നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നവോത്ഥാനം പ്രവാചക മാതൃക എന്ന പ്രമേയത്തിലാണ് സമ്മേളനം നടക്കുന്നത്. KNM സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ഇബ്രാഹിം ഹാജി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 1000-ലധികം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 18-ാം തീയതി വെള്ളിയാഴ്ച 7 മണിക്ക് KNM സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ഇബ്രാഹിം ഹാജി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മണ്ഡലം പ്രസിഡന്റ് അബു പാറാട് അധ്യക്ഷത വഹിക്കും. കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ 2 പ്രഭാഷകർ പ്രമേയത്തെ അടിസ്ഥാനമാക്കി പ്രഭാഷണം നടത്തുന്നതാണ്. അൻസാർ നന്മണ്ട, സാബിക് പുല്ലൂർ എന്നിവരാണ് മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. 1000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്ന മഹാസമ്മേളനത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. മത, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിൽ ഒരു നൂറ്റാണ്ടിലേറെ കാലമായി മുജാഹിദ് പ്രസ്ഥാനം കേരളക്കരയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലെ നവോത്ഥാന രംഗത്ത് അനൽപമായ സംഭാവനകളാണ് സമർപ്പിച്ചിട്ടുള്ളത്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായ പോരാട്ടമാണ് ഇവർ നടത്തുന്നത്. വർത്തമാന കാലഘട്ടത്തിൽ നവോത്ഥാനത്തിന്റെ പൈതൃകം പലരും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുജാഹിദ് സമ്മേളനത്തിന്റെ പ്രസക്തി ഇവിടെയാണ് വർദ്ധിക്കുന്നത്. സമ്മേളനത്തിൽ അബൂ പാറാട് അധ്യക്ഷത വഹിക്കും. ജില്ലാ മണ്ഡലം സാരഥികൾ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. അൻസാർ നന്മണ്ട, സാബിക് പുല്ലൂർ എന്നിവർ വിഷയം അവതരിപ്പിക്കും. 1000-ലധികം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി 2 മണ്ഡലങ്ങളിലെയും 20ഓളം ശാഖകളിൽ പ്രത്യേക കൺവെൻഷൻ ചേർന്നു. വാർത്താ സമ്മേളനത്തിൽ അബൂ പാറാട്, T ആഷിഖ് മാസ്റ്റർ, കബീർ കരിയാട്, CH ഇസ്മായിൽ ഫറൂഖി, KK അബ്ദുള്ള, MP കുഞ്ഞബ്ദുള്ള മാസ്റ്റർ, K ബഷീർ ഫറൂഖി തുടങ്ങിയവർ പങ്കെടുത്തു. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് പെസഹ വ്യാഴം ആചരിച്ചു. ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തെ അനുസ്മരിച്ച് ദേവാലയങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥനകളും ചടങ്ങുകളും നടന്നു. കണ്ണൂർ സൗത്ത് ബസാർ ഹോളി ഫാമിലി ചർച്ചിൽ പെസഹ ആചരണത്തോടനുബന്ധിച്ചുള്ള കാൽകഴുകൽ ശുശ്രൂഷകൾ നടന്നു. വികാരി ഫാദർ മാത്യു നരിക്കുഴി നേതൃത്വം വഹിച്ചു. ഇന്നേ ദിവസം യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയിരുന്നു. ഇതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഇടവകകളിൽ കാൽ കഴുകൽ ശുശ്രൂഷ നടത്തുന്നത്. ഇതിൽ വൈദികർ വിശ്വാസികളുടെ കാല് കഴുകും. പുളിപ്പില്ലാത്ത അപ്പമാണ് പെസഹ പെരുന്നാളിൻ്റെ മറ്റൊരു സവിശേഷത. അന്ത്യ അത്താഴവേളയിൽ യേശുക്രിസ്തു ചെയ്തതുപോലെ ക്രിസ്ത്യൻ ഭവനങ്ങളിൽ പെസഹ അപ്പം മുറിക്കുകയും പെസഹ പാൽ കുടിക്കുകയും ചെയ്യുന്നു. ഉഴുന്നും അരിയും തേങ്ങയും പഞ്ചസാരയും ശർക്കര എന്നിവയൊക്കെയാണ് പെസഹ അപ്പത്തിൻ്റെ പ്രധാന കൂട്ട്. പ്രാദേശികമായി മറ്റു ചേരുവകകളും ചേർക്കാറുണ്ട്. തേങ്ങാപ്പാലിൽ ശർക്കരയോ തേങ്ങയോ ഒപ്പം മറ്റു ചേരുവകകളും ചേർത്താണ് പെസഹ പാൽ തയ്യാറാക്കുന്നത്. ഓശാന ഞായറാഴ്ചകളിൽ പള്ളിയിൽ നിന്ന് ലഭിച്ച കുരുത്തോല കൊണ്ടുണ്ടാക്കിയ കുരിശും അപ്പത്തിന് മുകളിൽ വെക്കാറുണ്ട്. പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം വീട്ടിലെ ഏറ്റവും മുതിർന്ന അംഗമാവും അപ്പം മുറിച്ച് മറ്റ് അംഗങ്ങൾക്ക് നൽകുന്നത്. ചില പ്രദേശങ്ങളിൽ ഇതിനോടൊപ്പം കൊഴുക്കട്ടയും ഉണ്ടാക്കാറുണ്ട്. പെസഹ അപ്പം, വട്ടയപ്പം, പുളിപ്പില്ലാത്ത അപ്പം എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിലാണ് ഇവ അറിയപ്പെടുന്നത്. ഈ ദിനത്തിൽ അപ്പം ഉണ്ടാക്കി അയൽവാസികൾക്കും മറ്റും നൽകുന്ന പതിവും നിലവിലുണ്ട്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ.
സ്വർണം ഗ്രാമിന് 8,920, പവന് 71,360 രൂപ, വെള്ളി 110 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. സർ സെയ്ദ് കോളേജ് വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയ ദുഷ്ടലാക്ക്. മുസ്ലിം ലീഗിനെ പഴിചാരി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമമെന്നും അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി. തലപ്പത്തിരിക്കുന്നത് ലീഗ് നേതാക്കളായതിനാൽ ഉടമസ്ഥാവകാശം ലീഗിലെത്തില്ലെന്നും ചേലേരി. വിജ്ഞാനത്തിന്റെയും വിനോദത്തിന്റെയും കൂട്ടായ്മയായി വിഷുക്കണി. കണ്ണൂർ നിയമസഭാ മണ്ഡലം സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനം നടന്നു. ലക്ഷ്യം പുതുതലമുറയെ വായനയിലേക്ക് ആകർഷിക്കുക. ക്രൈസ്തവർക്കെന്ന പെസഹ ദിനം. അന്ത്യത്താഴ് സ്മരണയിൽ വിശ്വാസികൾ. പള്ളികളിൽ കാൽ കഴുകൽ ശുശ്രൂഷകൾ. കുരിശുമരണത്തിന്റെ ഓർമ്മയിൽ നാളെ ദുഃഖവെള്ളി. വിവിധ ചടങ്ങുകളും പ്രത്യേക പ്രാർത്ഥനകളും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.